ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുവായ ടെമ്പിളിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. പലപ്പോഴും ഈ വഴി പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നില്ല. ബ്രദറിൻ്റെ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിരുന്നു. വർക്കായിട്ട് ചേട്ടൻ ബിസി ആയതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും ഗസ്റ്റ് ഹൗസൊക്കെ ഫുള്ള് ചുറ്റി കണ്ടു. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് റൂമൊക്കെ തന്നായിരുന്നു അവർ റെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഇരുന്നു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ബോറടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയായി പിന്നെ ഉള്ള എക്സ്പ്ലോറിങ്. അവിടെ ഇത് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി. അപ്പോഴേക്കും ചേട്ടൻ ചായയും സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അവിടെ സുരേഷ് ഗോപി സാറ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കണ്ടുപോകുന്ന ആളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് കയറുന്ന ആ മൊമെൻ്റ് മുതൽ ഡിഫറെൻറ്റ് ഫീലാണ് കിട്ടിയത്. ഇങ്ങനെ ഒരു ടെമ്പിൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല അടിപൊളി സ്കൾപ്ചേഴ്സും അതുപോലെ തന്നെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ ഫുള്ളുണ്ടായിരുന്നത്. ഇവിടുത്തെ ഓരോ ചുമരിലും ഓരോ കഥകളാണ് കുത്തിവെച്ചിട്ടുള്ളത്. വിഷ്ണുമായ സ്വാമിയുടെ കഥകളും അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും അങ്ങനെയെല്ലാമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ വന്നത് ഈ മന്ത്രപ്പെട്ടി സമർപ്പിക്കാനാണ്. നല്ല രീതിയിൽ സമർപ്പിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കുറച്ച് നേരം അമ്പലത്തിൽ തന്നെ നടന്നു. കാരണം അത്രയും കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടുള്ളത്. നമുക്ക് പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മഞ്ചും പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു ശരിക്കും.